നമസ്കാരം. കോട്ടയം സ്വദേശികളായ ഒരു ഡോക്ടർ കുടുംബാംഗത്തിൻ്റെ വനിതാ ഡോക്ടർക്കും പ്രശസ്ത റാപ്പർ ഗായകനായ വേടനും തമ്മിൽ പരിചയപ്പെടുകയും പിന്നീട് അവർ ചങ്ങാതിമാരാകുകയും ഈ വനിതാ ഡോക്ടർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠനകാലത്താണ് ഇത്തരം സംഭവങ്ങൾ നടന്നതായും ചങ്ങാതിത്തം ആരാധന, ഈ കലാകാരനോടുള്ള ആരാധന മൂത്ത് ഈ കലാകാരൻ നിരന്തരം ഈ വനിതാ ഡോക്ടർ താമസിച്ചിരുന്ന വാസസ്ഥലത്ത് എത്തുകയും ഇവരും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തതായി, താൻ വഞ്ചിക്കപ്പെട്ടതല്ല, തന്നെ വിവാഹം കഴിക്കുന്നതായിരിക്കും എന്ന് റാപ്പർ വേടൻ വാഗ്ദാനം നൽകി പിന്നീട് പലതവണ ഇവരും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളതായും ഈ വനിതാ ഡോക്ടർ നിലവിൽ എറണാകുളം ജില്ലയിൽ സേവനം അനുഷ്ഠിച്ചു വരികയാണ്. എറണാകുളം ജില്ലയിൽ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇവർ ഈ കഴിഞ്ഞ ദിവസം റാപ്പർ വേടനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. 2023 ഇവരുടെ ബന്ധം 2021 മുതൽ 23 വരെയുള്ള കാലഘട്ടത്താണ് എന്നും 23-ന് ശേഷം മഞ്ഞമേൽ ബോയ്സ് എന്ന സിനിമ ഇറങ്ങുകയും അതിലൂടെ ഇദ്ദേഹം പ്രശസ്തനാകുകയും ഒപ്പം തന്നെ പുലിപ്പല്ല് കേസ്, പിന്നെ മയക്കുമരുന്ന് കേസ്, ലഹരി വസ്തുക്കളുടെ കേസ് എന്നിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഇദ്ദേഹത്തെ വേട്ടയാടിയതിലൂടെ ഇദ്ദേഹം കൂടുതൽ പ്രശസ്തനാകുകയും ചെയ്തതോട് ഫോൺ വിളിച്ചാൽ പോലും ഇദ്ദേഹം അത് റിസർവ് ചെയ്യാതാവുകയും ചെയ്തു. ഒപ്പം തന്നെ ഇതിനിടയിൽ ഇദ്ദേഹം മറ്റൊരു പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലാണെന്നും ആ കുട്ടിയെ തന്നെ ഇദ്ദേഹം വിവാഹം കഴിക്കും എന്നൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള വാർത്തകൾ വരികയും കൂടെ ചെയ്തതോടുകൂടി ഈ വനിതാ ഡോക്ടർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നെന്നാണ് ഇവർ പരാതിയിൽ പറയുന്നു. പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ വൈകിയതെന്നും തൻ്റെ പരാതിയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ എത്രമാത്രം സത്യമുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം കള്ളമുണ്ട് എന്നത് നമുക്ക് ആർക്കും പ്രവചിക്കാനാവില്ല. എന്തായാലും ഇവർ ഒരു വനിതാ ഡോക്ടറാണ്, ഇവർ കോട്ടയം സ്വദേശിനിയായ ഒരു വനിതാ ഡോക്ടറാണ്. ഇവരുടെ പേരൻസുകളാകട്ടെ, ഇവരുടെ കുടുംബാംഗങ്ങളാകട്ടെ എല്ലാവരും ഡോക്ടേഴ്സാണ്. അത്തരം ഒരു ഫാമിലിയിൽ നിന്നും താൻ വഞ്ചിക്കപ്പെട്ടെന്നും തന്നെ ശാരീരികമായി നിരന്തരം ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും വള്ളിപുള്ളി തെറ്റാതെ പരാതി നൽകണമെന്നെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ കുറെ സത്യമുണ്ടാകണം എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങളിലൂടെ ചില വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു. വേടനെ തഴയ്ക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ തന്ത്രമാണ് എന്ന്. കലാകാരന്മാരുള്ള ആരാധന മൂത്ത് ആരാധികളായിട്ടുള്ള സ്ത്രീകളാകട്ടെ എന്ത് ത്യാഗവും സഹിക്കാൻ അവർ തയ്യാറാണ്. എന്നാൽ ഇതിനകത്ത് ഇച്ചിരിയും കൂടി ഡീപ്പായിട്ടാണ് കാര്യങ്ങൾ കടന്നു പോയിരിക്കുന്നു എന്ന് വേണം പരാതിയിൽ നിന്നും, സ്റ്റേഷനിൽ ലഭിച്ച പരാതിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാള് ഈ 2021 മുതൽ 23 വരെയുള്ള കാലഘട്ടത്ത് ഇയാള് ഫൈനാൻഷ്യലി വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അന്നൊക്കെ 3 ലക്ഷം രൂപ താഴെ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാമിനായിട്ട് വാങ്ങിച്ചിരുന്ന പ്രതിഫലം. ഇന്നാണ് ഇപ്പൊ ലക്ഷങ്ങളോളം പ്രതിഫലം പറ്റുന്നത്. ആ കാലഘട്ടത്തെ ഇയാൾക്ക് പ്രോഗ്രാമിന് പോകാനും വരാനും വട്ടച്ചെലവിനൊക്കെ ചില സന്ദർഭങ്ങളിൽ ഈ വനിതാ ഡോക്ടർ സാമ്പത്തിക സഹായം ചെയ്തിട്ടുള്ളതായും പരാതിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വനിതാ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഈ കലാകാരനെ ഇഷ്ടം തന്നെയായിരുന്നു എന്നത് നഗ്ന സത്യമാണ്. അതല്ലാതെ ഒരു വീട്ടിൽ കയറി വരുന്ന ഒരു ഗസ്റ്റിനെ നമ്മളൊക്കെ വീടുകളിൽ നമ്മുടെ ഒരു വിരുന്നുകാരനായിട്ടോ അല്ലെങ്കിൽ കലാകാരനായിട്ടോ ആരും ആവട്ടെ, MP MLA ആരും ആവട്ടെ, കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കയറ്റി ഇരുത്തുന്നത് എവിടെയാണ്? ഒന്നല്ലെങ്കിൽ സിറ്റ് ഔട്ട് അല്ലെ ഹാളില്, അല്ല നമ്മുടെ ബെഡ്റൂമിൽ കൊണ്ടാക്കുക, നമ്മുടെ കട്ടിലയിൽ ആരും ഇരുത്താറില്ല. അപ്പൊ അത്രത്തോളം ഈ വനിതാ ഡോക്ടർ ഈ കലാകാരന്റെ ആരാധിക തന്നെയായിരുന്നു. ഞാൻ ചതിക്കപ്പെട്ടിട്ട് 2 വർഷമായിട്ട് കേസുമായി മുമ്പോട്ട് പോകാത്തതിന്റെ കാരണങ്ങൾ, അവർ പറയുന്ന കാരണങ്ങൾ അല്പം വിചിത്രവും എന്നാൽ നമുക്ക് ചിന്തിക്കത്തക്ക ചില കാരണങ്ങൾ തന്നെയാണ് പറയുന്നത്. കാരണം ഈ 2 വർഷത്തിന്റെ ഇടയ്ക്ക് അദ്ദേഹം ഒരുപാട് ഉരുമാലുകളിൽ ചെന്ന് പെട്ടു. പോലീസ് കേസും കാര്യങ്ങളും ആയിരുന്നു. പോരാത്തതിന് ഇവർക്കും മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു. പക്ഷെ ഇവരിപ്പം പരാതിയായിട്ട് മുന്നേറാൻ കാരണം മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പ്രചരിച്ച പിന്നെയാണ് ഇവർക്ക് പരാതിയായിട്ട് മുമ്പോട്ട് പോകാൻ ഇവർ തയ്യാറായത് എന്നൊക്കെയാണ് ഇവരുടെ പരാതിയിൽ അല്ലെങ്കിൽ ഇവരുടെ പരാതിയിലൂടെ ഇവർ രേഖപ്പെടുത്തുന്നത്. പരാതിയിൽ എത്രമാത്രം സത്യമുണ്ട്, എത്രമാത്രം കള്ളമുണ്ട് എന്നത്
പോലീസിന്റെ തുടരന്വേഷണത്തിൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാനാവൂ. അതല്ലാതെ പോലീസിൽ പരാതി നിൽക്കുന്ന ഒരു കേസിനെ പറ്റി നമുക്ക് യാതൊന്നും തന്നെ ഇവിടെ വിലയിരുത്താനാവില്ല. ഇനിയിപ്പം നമ്മുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇവര് വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കാരണക്കാരായ ആ വ്യക്തികൾ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അതല്ല ആ കലാകാരനോടുള്ള വൈരാഗ്യത്തോട് അയാളുടെ വളർച്ച തടയാനോ മറ്റോ വേണ്ടിയാണ് ഇത്തരം പരാതികളായിട്ട് മുമ്പോട്ട് പോയിരുന്നുവെങ്കിൽ എന്ന് അന്വേഷണത്തിലൂടെ തെളിയുകയാണെങ്കിൽ പരാതി നൽകിയ വ്യക്തി ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് റാപ്പർ വേടന്റെ പരാതിയുമായിട്ടുള്ള വിവരങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. പോലീസ് അന്വേഷണ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.